ഇത്തവണ ബിഗ് ബോസിലെ ലക്ഷറി ടാസ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ രീതിയിലാണ്, പണിപ്പുരയിലാണ് നമ്മുടെ ലക്ഷറി ഐറ്റംസ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് വേണം സാധനങ്ങൾ എടുക്കാൻ അല്ലേ. പക്ഷേ ഇവരൊരു മണ്ടത്തരം കാണിച്ചു പോയി. ഇവർ എടുത്ത സാധനങ്ങളും ഒന്നും അവർക്ക് കിട്ടിയില്ല, അതുപോലെ കൂട്ടത്തോടെ എടുത്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ. നമുക്കൊന്ന് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കിട്ടും. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ് ലൈവിൽ ഞാൻ രാവിലെ ഒന്നും കണ്ടില്ല. രാവിലെ ഭയങ്കര മഞ്ഞാടിയൊക്കെ നടന്നു കേട്ടു, പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ലൊക്കെ കോളേജിലായിരുന്നു. അപ്പോൾ ഈ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവര് എന്താണ് ഈ പണിപ്പുരയിൽ നിന്ന് സാധനം എടുക്കാനുള്ള ഇത് എടുക്കുന്നത് അക്ബറും ആദിലെ നോറയാണ് എടുക്കുന്നത്. അപ്പം എന്താണ് അവര് അവിടെ പോയി നിൽക്കുകയാണ്, ഇങ്ങനെ ഇതിന് വേണ്ടി ഇത് എടുക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. 13 സെക്കൻഡേ ഉള്ളൂ ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് ഇതെന്താണ് ഓരോ ലിസ്റ്റുകൾ പറയുകയാണ് ഇവര്. എന്താണ് പിങ്കില് ഇന്ന സാധനങ്ങളാണ്, ബ്രൗണിൽ ഇന്ന സാധനങ്ങൾ, ഗ്രീനിൽ ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സിൽ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്, അത് എടുക്കാനുള്ള സംഭവം പറയുകയാണ്. അത് എൻ്റെ പേഴ്സണൽ ജനറലിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് മാത്രമുള്ള സാധനമാണെങ്കിൽ പേഴ്സണൽ ഇടുക. ജനറൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ജനറൽ കൊണ്ടിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബസറടിക്കുന്നു. എന്താണ് ഈ അക്ബറും ആദിലയും നൂറയും കൂടി പോയിട്ട് 3 പേരുള്ളതുകൊണ്ട് വേഗം വാരി പറക്കി അങ്ങ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് എന്താണ് എല്ലാവരും വാരി പറക്കി 13 സെക്കൻഡ് കഴിഞ്ഞു. 13 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരുന്നത്. അപ്പം വേഗം തന്നെ ജനറലിലേക്ക് കൊണ്ടുപോയി ഇട്ടു. ബസർ അടിച്ചു കഴിഞ്ഞിട്ടാണ് 13 സെക്കൻഡ് കഴിഞ്ഞ് ബസർ അടിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ആ പണിപ്പൂരിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു, ബിഗ് ബോസ് വിളിക്കുന്നു. എന്നിട്ട് അവർ ഡിസ്കഷൻ നടക്കുകയാണ്. അയ്യോ കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു അവർ പേടിയാണ്. കാരണം ഒന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നഷ്ടമായി, ഫസ്റ്റ് ചാൻസ് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവര് ഇതാക്കിയത്. അപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, നിങ്ങൾക്ക് 2 ചാൻസാണ് കിട്ടിയത്, അതിലൊരു ചാൻസ് കഴിഞ്ഞു. എന്താണ് പിന്നെ നിങ്ങളെല്ലാം വാരി എടുത്തു അല്ലേ, ഗംഭീരം കുറെ സാധനം എടുത്തു അല്ലേ, ഗംഭീരം എന്ന് പറഞ്ഞൊക്കെ ആദ്യമൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അയ്യോ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് ബിഗ് ബോസ്. പിന്നെ ഒരു സെക്കൻഡ് അതിനകത്തേക്ക് പറയുകയാണ്, ഈ ഐഡിയ ഫ്ലോപ്പ് ആണല്ലോ, എല്ലാം എടുത്തത് ഫ്ലോപ്പ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവർക്കൊരു പണിയെടുത്ത കിട്ടിയെന്ന് വെച്ചാൽ സമയം കഴിഞ്ഞ് പുറത്തു വന്നതിനാൽ ഇത് റിജക്റ്റ് ചെയ്യും എന്നുവെച്ചാൽ എടുത്ത സാധനങ്ങളെല്ലാം റിജക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും അങ്ങ് മൂഞ്ചി അവസ്ഥയിലിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അയ്യോ നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എല്ലാം വാരെടുത്തുകൊണ്ട് തന്നെ എന്താണ് ആ ഐഡിയ ഫ്ലോപ്പ് ആയിപ്പോയി എന്ന് ബിഗ് ബോസും പറയുന്നുണ്ട്. എന്നിട്ട് സാധനങ്ങൾ തിരിച്ചു വെക്കാനും പറഞ്ഞു. അതിനുശേഷം ഷാനവാസും അഭിലാഷും പോയിട്ട് സാധനങ്ങൾ തിരിച്ചു വെക്കാനായിട്ട് പോവാണ്. ക്യാപ്റ്റൻ അനീഷും ഉണ്ട് കൂടെ. അപ്പോൾ ഇത് വെച്ചെടുത്ത് തന്നെ വെക്കുന്നു, എല്ലാ സാധനങ്ങളും തിരികെ വെക്കുന്നു. എന്നിട്ട് അവർ നോക്കുകയാണ് ടൈമർ എവിടെയെങ്കിലും ഉണ്ടോ. ടൈമർ ഉണ്ടോ, ഒരു സ്ക്രീൻ കാണുന്നുണ്ട്, അതിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്, സംശയം പോലെ പറയുന്നുണ്ട്. പിന്നെ കാണുന്നത് നെവിൻ. കുറച്ച് പിന്നെ അവർ കുറേ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ പോകുമ്പോൾ നെവിൻ വന്നിട്ട് ആരുടെ ബാഗ് എടുക്കുന്നത്, വേറെ ആരുടെ അല്ല, ജിസൈലിന്റെ ബാഗ് എടുക്കുകയാണ്. ജിസൈൽ ഈ സമയത്ത് ബാത്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ജിസൈലിന്റെ ബാഗ് എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് ഇവിടെ ബെഡ്റൂമിലേക്ക് വരുന്നു. ഷാനവാസ് റൂമിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ആരോടെ ഒളിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ ഇവൻ പറയുന്നു, എന്താണ് നിവിൻ പറയാണ് ഞാൻ ആവി പിടിക്കുകയാണെന്ന്. എന്നിട്ട് ആദ്യം ഷാനവാസ് ആണോ എന്ന് അതിന് ആവി പിടിക്കാൻ എന്താ പറയുക, വെള്ളം കുടിക്കുകയാണെന്ന് പറഞ്ഞത് എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നു നിവിൻ. അപ്പോൾ ജിസൈലിന്റെ ബാഗിൽ എന്തെടുത്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ എഴുതായിരുന്നു. എന്തെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണ് അങ്ങനെ എടുത്തു. അതിനുശേഷം ഷാനവാസ് പോയതിനു ശേഷം ബിന്നി വരുന്നു. ബിന്നി വന്നിട്ട് ഞാൻ വെള്ളം കുടിക്കുക, എന്താ നിങ്ങൾ ചെയ്യുന്നത് അവിടെ, ബിന്നി എന്താ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്. ബിന്നി ചോദിക്കുകയാണ്. അപ്പോൾ നെവിനായിട്ട് ഞാൻ വെള്ളം കുടിക്കുകയാണെന്ന് പറഞ്ഞത്. ഈ നെവിൻ്റെ കാര്യം വെച്ചാൽ നെവിൻ ബാഗ് എടുത്തിട്ട് പുതപ്പിട്ട് തലയിൽ വെച്ചിട്ട് എന്തൊക്കെയോ എടുക്കുകയാണ്, ബാഗിൽ നിന്ന് സിബിൻ പറഞ്ഞ് എന്തൊക്കെയോ എടുക്കുകയാണ്. അതിനുശേഷം എന്താണ് പിന്നെ ഇവര് എല്ലാവരും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഭക്ഷണം അത്യാവശ്യം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത്രയാണ് ലൈവ് അപ്ഡേറ്റ് ഇപ്പം നടക്കുന്നത്. വേറെ ഒന്നും അറിയില്ല. ഇനി മറ്റേ ടാസ്കിന്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് നടക്കുമായിരിക്കും. നമുക്ക് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്, ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഉടനെ വരും. പിന്നെ പ്രൊമോ അപ്ഡേറ്റുമായിട്ട് വരും ഞാൻ. പ്രൊമോ വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.